അപ്പൊ എന്റെ ഈ കയ്യിലുള്ള ഇത് എന്താണ്, പൂവാങ്കുരുന്നില. ഇത് എന്തിനാണ് ഹെയർ കെയർ ഓയിലിൽ ചേർക്കണത് എന്ന് വെച്ചാല്, നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഹെയർ കെയർ ഓയിൽ ന്യൂ ബോൺ ബേബി മുതൽ അങ്ങോട്ട് എല്ലാവർക്കും തേക്കാന്നുള്ള കാര്യം യാതൊരു പേടിയും കൂടാതെ പറയുന്നുണ്ട്. അപ്പൊ ധൈര്യം പറയണത് നമ്മൾ അത് നീരിറങ്ങൂല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പൊ ഈ പൂവാങ്കുരുന്നില നീരിനെയൊക്കെ എടുക്കാൻ സഹായിക്കുന്ന ഒരു മൂലികയാണ്. ഇത് നമ്മുടെ പ്രകൃതി ഹെയർ കെയർ ഓയിലിൽ നമ്മൾ ധാരാളമായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പൊ ഏത് ഇൻഗ്രീഡിയന്റ് ആയാലും അത് ചേർക്കുമ്പോൾ അതിന്റെ പാകത്തിനും പരുവത്തിനും അളവിലും ഒക്കെ ചേർക്കണം. കുറെ പച്ചമരുന്നുകൾ നമ്മൾ അറിയാതെ ഏതെങ്കിലും രീതിയിൽ കാച്ചി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഗുണം കിട്ടൂല. ഇതിനോരോ പരുവുണ്ട്, ഉമിക്കരി പരുവം, ചെടിപ്പരുവം, മണൽ പരുവം, ഇങ്ങനെയുള്ള പരുവങ്ങളുണ്ട്. പിന്നെ ചില മരുന്നുകൾ സമൂലം, അതായത് ഇതിന്റെ വേരോട് കൂടി ഉപയോഗിക്കേണ്ടതുണ്ട്. ആ രീതിയിലൊക്കെ അത് ചേർക്കുകയാണെങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ഗുണം അതിന് കിട്ടുള്ളൂ. നമ്മുടെ ഹെയർ കെയർ ഓയില് പാരമ്പര്യമായിട്ട് നൂറ്റാണ്ടുകളായി ഉണ്ടാക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ്. അത് നമ്മൾ തുടർന്ന് പോരുകയാണ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ കെയർ ഓയിൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള റിസൾട്ട്, അതായത് അത്ഭുതകരമായ റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹെയർ കെയർ ഓയിലിൽ ചേർക്കുന്ന വേറൊരു മൂലികയാണ് കിയാർ നെല്ലി. കിയാർ നെല്ലിന്റെ ഗുണങ്ങൾ കുറേ ആളുകൾ നമുക്ക് റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അലോപേഷ്യ മാറി, വട്ടത്തിലുള്ള മുടികൊഴിച്ചിൽ മാറി എന്നൊക്കെ. അപ്പൊ മുടികൊഴിച്ചിൽ മാറാനും പുഴുക്കടി, ഫംഗസ്, ഇതിനെയൊക്കെ ചെറുക്കാനുള്ള കഴിവ് കിയാർ നെല്ലിക്കുണ്ട്. അപ്പൊ നമ്മുടെ ഹെയർ കെയർ ഓയിലിൽ ധാരാളം ചേർക്കണം വേറൊരു മൂലികയാണ് കിയാർ നെല്ലി. കിയാർ നെല്ലി തന്നെ 2 വിധത്തിലുണ്ട്. ഇത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. ഇതിലൊരു മണി താഴെ അങ്ങനെയുള്ള ഒരു കിയാർ നെല്ലുണ്ട്. 2 വിധത്തിലുള്ള വെള്ള കളറും നീല കളറും ഉള്ള കിയാർ നെല്ലുണ്ട്. അതൊക്കെ നോക്കിയിട്ട് പറിച്ചെടുക്കണം. പിന്നെ ഇത് ചിലത് വേരോട് കൂടി, അതായത് സമൂലം ചേർക്കണം. അപ്പൊ ഇത് ഒക്കെ കാച്ചി കുറുക്കി കഷായ പരുവത്തിലാക്കി അതിന്റെ സത്തെടുത്തിട്ട് ആണ് നമ്മൾ ഹെയർ കെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിന്റെ ഹെയർ കെയർ ഓയിൽ ഉപയോഗിച്ച ഒരാൾ പിന്നെ അത് വാങ്ങാതിരിക്കൂല. നമുക്ക് മൗത്ത് പബ്ലിസിറ്റിയാണ് ഉള്ളത്. ഒരാൾ ഫാമിലിയിൽ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ട് അതുവഴി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹെയർ കെയർ ഓയിലിന്. അപ്പോൾ എല്ലാവരും വാങ്ങി ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും.